നിഫ്റ്റി 50 24,000-ലേക്ക്. വെള്ളിയാഴ്ചത്തെ ആ ഒരു വമ്പൻ കുതിപ്പിന് ശേഷം വിപണിയിൽ എന്ത് സംഭവിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാർക്കറ്റിലേക്കാണ് തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് വരുന്നത്. അടുത്ത ആഴ്ച മാർക്കറ്റിന് വളരെ വലിയ വോളറ്റാലിറ്റി സാധ്യതകളാണുള്ളത്. ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മാറ്റം വരുത്താൻ സാധ്യതകളുള്ള 5 ഗോൾഡൻ സ്റ്റോക്കുകളെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ സംഭവിച്ചത് നിങ്ങളൊക്കെ കണ്ടതാണ്. ജൂൺ 12-ന് നിഫ്റ്റി 461 പോയിന്റ് കുതിച്ച് 23,622 എന്ന റെക്കോർഡ് ലെവലിലാണ് ക്ലോസ് ചെയ്തത്. US ഇറാൻ സമാധാന കരാർ സംബന്ധിച്ച വാർത്തകളും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വലിയ ഇടിവുമാണ് വിപണിയിൽ വമ്പൻ തിരിച്ചുവരവിന് കാരണമായത്. നിഫ്റ്റി 24,000 എന്ന അടുത്ത ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. 23,350 ഇപ്പോൾ വിപണിയുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായി മാറിക്കഴിഞ്ഞു. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് സെക്ടറുകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ, ക്യാപിറ്റൽ ഗുഡ് എന്നീ സെക്ടറുകളാണ് വിപണിയെ നയിക്കുന്നത്. ഈ സെക്ടറുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരുപക്ഷെ വലിയ ഒരു നഷ്ടമായിരിക്കും. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് റാലിയിൽ ഉയർന്ന വോളിയം പിന്തുണയോടെ മുന്നേറിയ ഓഹരികളെയാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മൊമെന്റം ബൈ സ്ട്രാറ്റജിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. എന്നിരുന്നാലും ഒരു ട്രേഡിംഗ് റെക്കമെൻഡേഷൻ ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് സെലക്ഷനെ നിങ്ങൾ കാണേണ്ടതല്ല. നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കേണ്ട സ്റ്റോക്കുകളാണ്. അതിനു മുകളിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സ്റ്റോക്കുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് ഫിനാൻഷ്യൽ സെക്ടറിലെ അധികായനായ ബജാജ് ഫിനാൻസ് ആണ്. വെള്ളിയാഴ്ച മാത്രം ഏതാണ്ട് 5.6% കുതിച്ചുയർന്ന സ്റ്റോക്ക് NBFC സെക്ടറിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മൊമെന്റമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫണ്ടമെന്റലി നോക്കിയാൽ ബജാജ് ഫിനാൻസ് ഇന്ത്യയിലെ ഏറ്റവും വൈവിധ്യവൽക്കരിക്കപ്പെട്ട NBFCകളിൽ ഒന്നാണ്. റീറ്റെയിൽ, SME, കൊമേഴ്ഷ്യൽ ലോണുകളിലൊക്കെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള കമ്പനിക്ക് വിപണിയുടെ പോസിറ്റീവ് സെന്റിമെന്റ്സ് വലിയൊരു ഊർജ്ജം നൽകുന്നുണ്ട്. പലിശ നിരക്കുകളിൽ ഉടൻ വർധനവുണ്ടാകില്ലെന്ന സൂചനകൾ ഇത്തരം ഫിനാൻസ് കമ്പനികൾക്ക് എപ്പോഴും അനുകൂലമായിട്ടുള്ള ഇൻഫർമേഷനാണ്. ടെക്നിക്കലി വെള്ളിയാഴ്ചത്തെ ആ ഒരു താഴ്ന്ന നിലവാരമായിട്ടുള്ള 880-ൽ നിന്ന് സ്റ്റോക്കിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൗൺസ് കിട്ടുകയാണെങ്കിൽ സ്റ്റോക്ക് അതിന്റെ റാലി തുടരാൻ നല്ലൊരു സാധ്യതയുണ്ട്. ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 850 എന്ന സപ്പോർട്ടിന് മുകളിൽ ഹോൾഡ് ചെയ്യുമ്പോൾ എൻട്രി പരിഗണിക്കാവുന്നതാണ്. ആദ്യത്തെ ടാർഗറ്റ് 950 എന്ന റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ ഫിക്സ് ചെയ്യാം. 880-ന് തൊട്ട് താഴെ ഒരു സ്ട്രാറ്റജിക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോ സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസ് കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു റെഫറൻസിനാണ് ഈ ഒരു ചാർട്ട് നമ്മളിവിടെ പഠന വിധേയമാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പാർട്ട് കൂടി കൃത്യമായിട്ട് പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി അത് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്നിരുന്നാലും നിങ്ങൾക്ക് കൂടി സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് കൂടി ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാവുന്നതാണ്. അപ്പൊ ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഭീമനായിട്ടുള്ള L&T. 4,000 എന്ന നിർണായക നിലവാരം മറികടന്ന L&T ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. ഫണ്ടമെന്റലി ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നത് L&Tയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. കമ്പനിയുടെ ഓർഡർ ബുക്ക് എക്കാലത്തെയും ശക്തമായിട്ടുള്ള നിലയിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അയവ് വരുന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയ ബിസിനസ് ഉള്ള L&T പോലെയുള്ള കമ്പനികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കമ്പനിയുടെ വളർച്ചയിൽ നിക്ഷേപകർക്കുള്ള ഒരു ആത്മവിശ്വാസം കൂട്ടാനുള്ള ഒരു സാധ്യത കൂടിയായിട്ട് ഇതിനെ കണക്കാക്കണം. അപ്പൊ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റോക്ക് 4,049 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. 4,000-ന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ പോസിറ്റീവ് സിഗ്നൽ ആണ്. സ്റ്റോക്കിന്റെ തൊട്ടടുത്ത സപ്പോർട്ട് ലെവൽ 3,980 ആണ്. ഒരു ട്രേഡ് സെറ്റപ്പിനായിട്ട് സ്റ്റോക്ക് 3,980 സപ്പോർട്ടിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നിടത്തോളം കാലം പോസിറ്റീവായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിന്നുള്ള ഒരു മുന്നേറ്റത്തിൽ ഫസ്റ്റ് ടാർഗറ്റ് 4,250 ആയിട്ട് നമുക്ക് കണക്കാക്കാം. സപ്പോർട്ട് ലെവലിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് റിസ്ക് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ സ്റ്റോക്കിന്റെ ആ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ചാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു എൻട്രി ഏരിയ, ടാർഗറ്റ് ഏരിയ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ബാങ്കിംഗ് റാലിക്ക് നേതൃത്വം നൽകുന്ന HDFC ബാങ്ക് ആണ്. സ്വകാര്യ ബാങ്കിംഗ് ഓഹരികളുടെ മുന്നേറ്റം ഈ സ്റ്റോക്കിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ സഹായിക്കും. ഫണ്ടമെന്റലായിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയുടെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒന്നാണ് HDFC ബാങ്ക്. വിപണിയിലെ മൊത്തത്തിലുള്ള ഉണർവ് ബാങ്കിംഗ് സെക്ടറിന് വലിയ ഊർജ്ജം നൽകുന്നുണ്ട്. റീറ്റെയിൽ കോർപ്പറേറ്റ് ലോണുകളിലെ വർധനവ് ബാങ്കിന്റെ വരുമാനം ഇനിയും കൂടാൻ സഹായിച്ചേക്കും. ടെക്നിക്കൽ ചാർട്ടിൽ സ്റ്റോക്ക് ഏകദേശം 3.7% ഉയർന്ന് 772 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 750 എന്ന ലെവലിൽ സ്റ്റോക്കിന് ശക്തമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടിൽ നിന്ന് സ്റ്റോക്ക് ബൗൺസ് ചെയ്താൽ പുതിയൊരു ബുള്ളിഷ് റാലിക്ക് സാധ്യതയുണ്ട്. ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ 750 സപ്പോർട്ടിൽ നിന്ന് സ്റ്റോക്ക് തിരികെ കയറുമ്പോൾ ഒരു എൻട്രി പരിഗണിക്കാം. ആദ്യത്തെ ടാർഗറ്റ് 810 എന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയായിരിക്കും. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 750-ന് തൊട്ട് താഴെയായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോ ഓൾറെഡി നമുക്കറിയാം HDFC ബാങ്കിനെ പറ്റി കുറെ നെഗറ്റീവ് സ്റ്റോറീസും അതുപോലെ തന്നെ നെഗറ്റീവ് മൊമെന്റവും നമ്മൾ സ്റ്റോക്കിൽ കാണാൻ കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം ഉള്ള ഒരു ടേൺ അറൌണ്ട്
സ്റ്റോറി ആയിട്ട് നമുക്ക് HDFC ബാങ്കിന്റെ ഈ ഒരു മൊമെന്റത്തെ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ആ ഒരു സാധ്യത നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. എന്നിരുന്നാലും ആ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ ഉള്ള ഒരു സ്റ്റോപ്പ് ലോസ് നമ്മളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ്, ടെക്നിക്കൽ ചാർട്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റോക്ക് പിക്കിലേക്ക് കിടക്കാം. ബാങ്കിംഗ് സെക്ടറിൽ നിന്ന് തന്നെയുള്ള ആക്സിസ് ബാങ്ക് ആണ്. വെള്ളിയാഴ്ചത്തെ വിപണിയിൽ ശക്തമായിട്ടുള്ള ബ്രേക്ക്ഔട്ട് നൽകിയ ഈ സ്റ്റോക്കിന് വലിയ തോതിലുള്ള ഒരു വോളിയം പിന്തുണയുണ്ട്. ഫണ്ടമെന്റലി മറ്റ് പ്രമുഖ ബാങ്കുകളെ പോലെ ആക്സിസ് ബാങ്കും നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിന്റെ ഗുണങ്ങൾ നേടാൻ തയ്യാറെടുക്കുകയാണ്. മികച്ച വായ്പാ വളർച്ചയും ആസ്തി നിലവാരത്തിലെ മെച്ചപ്പെടലും സ്റ്റോക്കിന് അനുകൂല ഘടകങ്ങളൊക്കെ തന്നെയാണ്. ബാങ്കിംഗ് സെക്ടറിൽ ആകെയുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് ആക്സിസ് ബാങ്കിനും വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജം പകരും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ടെക്നിക്കൽ ചാർട്ട് നോക്കാം. ചാർട്ടിൽ ഇവിടെ സ്റ്റോക്ക് ഏകദേശം 3% ഉയർന്ന് 1356 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ശക്തമായിട്ടുള്ള വോളിയത്തോടെയുള്ള ഈ മുന്നേറ്റം ബ്രേക്ക്ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്കിന് 1320 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ട്രേഡ് സെറ്റപ്പ് എന്ന നിലയിൽ സ്റ്റോക്ക് 1320 സപ്പോർട്ടിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നിടത്തോളം നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. ഇവിടെ ഒരു എൻട്രി എടുക്കുന്നത് പരിഗണിക്കാം. ടാർഗറ്റ് 1420 ആയിരിക്കും. സപ്പോർട്ട് സോണിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആക്സിസ് ബാങ്കിന്റെയും ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചാർട്ടിലെ മൂവിംഗ് നമുക്കിവിടെ പരിശോധിക്കാം. അതുപോലെ തന്നെ ഉള്ള ആ ഒരു സെറ്റപ്പ് കൂടി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്ക് ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. നിഫ്റ്റി 24,000 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ ഒന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഫണ്ടമെന്റലി റിലയൻസിന്റെ വൈവിധ്യമാർന്ന ബിസിനസ് മോഡൽ ഓയിൽ, ടെലികോം, റീറ്റെയിൽ ഏത് വിപണി സാഹചര്യത്തിലും കമ്പനിക്ക് ഒരു സ്ഥിരത നൽകുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ സമീപകാല തിരുത്തലുകൾ കമ്പനിയുടെ മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കും. നിഫ്റ്റിയുടെ പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ സൂചികയിലെ ഏതൊരു വലിയ മുന്നേറ്റത്തിനും റിലയൻസിന്റെ വലിയ പിന്തുണ ചിന്താപേക്ഷിതമാണ്. ടെക്നിക്കൽ ചാർട്ട് നോക്കിയാൽ സ്റ്റോക്ക് 1293 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 1260 നല്ലൊരു സപ്പോർട്ടാണ്. ഈ ലെവലിൽ നിന്ന് സ്റ്റോക്ക് തിരികെ കയറുകയാണെങ്കിൽ അതിന്റെ അപ്ട്രെൻഡ് വീണ്ടും തുടങ്ങാനുള്ള ഒരു സാധ്യതയായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡിനായിട്ട് 1260 സപ്പോർട്ടിൽ നിന്ന് സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻട്രി എടുക്കാം. മൂവിംഗ് ആവറേജസ് അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു 1260 എൻട്രി എടുക്കുകയാണെങ്കിൽ 1360 എന്ന റെസിസ്റ്റൻസ് ലെവലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സപ്പോർട്ട് ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് സുരക്ഷിതമാക്കുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. അപ്പോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റഡാറിലുള്ള 5 സ്റ്റോക്കുകൾ ബജാജ് ഫിനാൻസ്, L&T, HDFC, ആക്സിസ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഓരോന്നും ശക്തമായിട്ടുള്ള മൊമെന്റവും ഒരു നല്ല ടെക്നിക്കൽ സെറ്റപ്പും ഉള്ള ഹെവി വെയിറ്റ് ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ടോ? ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ ഞാൻ മിസ് ചെയ്ത നല്ല സ്ട്രെങ്ത് കാണിക്കുന്ന മറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മിസ്സാവില്ല. വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റോടെ നമുക്ക് നിർത്താം. മാറുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുന്നതാണ് വളരെ പ്രധാനം. നമ്മൾ ഇന്ന് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ, ഇൻഫ്രാസ്ട്രക്ചറുകളുടെ മൊമെന്റം സ്റ്റോക്കുകളിലാണ് ചർച്ച ചെയ്തത്. ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ 16, 17 തീയതികളിൽ വരാനിരിക്കുന്ന US ഫെഡ് മീറ്റിംഗ് വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമാക്കിയേക്കാം. പലിശ നിരക്കുകളെ കുറിച്ചുള്ള ഫെഡിന്റെ തീരുമാനം ആഗോള വിപണിയെ സ്വാധീനിക്കും. അതിനാൽ തന്നെ വലിയ പൊസിഷനുകൾ എടുക്കുന്നതിന് മുമ്പ് മാർക്കറ്റ് റിയാക്ഷൻ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിഫ്റ്റിക്ക് 23,350 എന്ന ലെവൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം വിപണിയിൽ ബുള്ളിഷ് മൊമെന്റം നമുക്ക് കാണാൻ കഴിയും. ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ഒരിക്കലും ഗ്യാരണ്ടി അല്ല. അതുകൊണ്ടാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത് എല്ലാത്തിലും വലുതാകുന്നത്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പൊസിഷൻ സൈസ് കൺട്രോൾ ചെയ്യുക. നഷ്ടപ്പെടാൻ കഴിയുന്നതിലും കൂടുതൽ എമൗണ്ട് ഒരിക്കലും റിസ്ക് എടുക്കരുത്. അപ്പോ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ പുതിയ വിശേഷങ്ങളും സ്റ്റോക്ക് വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.